നമ്മൾ പോകുന്നത് കരിപ്പാങ്കുളത്തേക്കാണ്. ഇതാണ് വഴി. ഇതറിയോ? കരിപ്പാങ്കുളത്താണ് നമ്മളത്. വർഷങ്ങൾക്ക് ശേഷം ചാടുന്ന ഞങ്ങൾ ഇങ്ങനെ കുളിക്കാൻ പോണേ. നല്ല മഴയാണ് പുറത്ത്. എന്നാലും നമ്മള് കരിപ്പാങ്കുളത്തേക്ക് കുളിക്കാൻ പോണത്. ഇർഷാദ് ഷെഫീഖാണ് ഡ്രൈവർ. ഷെഫീഖിന്റെ വണ്ടിയിൽ നമ്മളിങ്ങനെ പോകുന്നത്. നമ്മൾ കുറ്റൂര് റെയിൽവേ ഗേറ്റ് ഒക്കെ ക്രോസ് ചെയ്ത് ഇങ്ങനെ ആനപ്പടി വഴി പോവാണ്. അപ്പൊ നല്ല സ്ട്രോങ് മഴയാണ് കേട്ടോ. അല്ലൂർ റോഡിലൂടെ ഞങ്ങൾ വരുന്നുണ്ടെങ്കിൽ കുറച്ച് ഓഫ് റോഡൊക്കെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പോവാം. അങ്ങനത്തെ നല്ല കിടിലം ഓഫ് റോഡാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ കുണ്ടും കുഴിയൊക്കെ ചാടി നേരെ മേടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. മേടിപ്പാറയിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മളെ ലൊക്കേഷനിലേക്ക് എത്താറുള്ളത്. അങ്ങനെ അല്ലൂർ റോഡിൽ നിന്ന് നേരെ പുത്തൻതാന വഴി പോകുമ്പോൾ മേടിപ്പാറ ചെറിയൊരു അങ്ങാടി ഉണ്ട്. അത് കഴിഞ്ഞേക്ക് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ റോഡുണ്ട്. ആ റോഡിലൂടെ ഇങ്ങനെ നേരെയാണ് നമുക്ക് ആ ഒരു ലൊക്കേഷനിലേക്കുള്ള വഴി. ചെറിയ റോഡാണ്, പക്ഷെ എന്നിരുന്നാലും കാറൊക്കെ ഇട്ട് പോവാം, കുഴപ്പമൊന്നുമില്ല. നല്ല റോഡാണ്. ആ റോഡ് ഇങ്ങനെ കുറച്ച് ഇറക്കായിട്ട് ഇങ്ങനെ താഴോട്ട് പോകും. ഞങ്ങൾ കുളം എത്തി തുടങ്ങിയിട്ടുണ്ട്. സുഹൈലൊക്കെ ഉണ്ട് കേട്ടോ. വർഷങ്ങൾക്ക് ശേഷം കുളിക്കാൻ വന്ന സുഹൈലാണ്. നീന്തൽ മറന്നോന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറെ വളവും തിരിവൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് നേരെ ഇറങ്ങിയിട്ട് വന്നപ്പോൾ ഇവിടെ ഒരു പള്ളിയുണ്ട്. ഇത് കന്മനം പള്ളിയാണ്. ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ പള്ളിയുടെ മതിലിങ്ങനെ കഴിഞ്ഞാൽ ഒരു ഇറക്കാണ്. ആ ഇറക്കം കഴിഞ്ഞൊക്കെ ലെഫ്റ്റിലേക്ക് ചെറിയൊരു വഴിയുണ്ട്. ആ വഴിയിലാണ് നമ്മുടെ സ്പോട്ട് വരുന്നത്. അപ്പോൾ വണ്ടി ഇവിടെ എവിടെയെങ്കിലും നമുക്ക് സൈഡാക്കേണ്ടി വരും. നമ്മളെന്നെ അടുത്ത കുളം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കാട്ടിലങ്ങാടിയുള്ള വരിക്കോട്ടുചിറ കുളം, അത് ഹാപ്പിനെസ് പാർക്ക് എന്ന കുളത്തിൽ നമ്മൾ പോയിരുന്നു. ഇപ്പം നല്ല മഴയാണ്. ഈ മഴത്ത് കുളിക്കാൻ വന്നത് ഭ്രാന്താന്നൊക്കെ പറയും നിങ്ങൾ കണ്ടാൽ, പക്ഷെ അതൊരു വേറെ വൈബാട്ടോ. നമ്മൾ പോകുന്നത് കന്മനം ഉള്ള കരിപ്പാങ്കുളത്തേക്കാണ്. പുത്തനത്താണി അടുത്ത് കന്മനം എന്ന് പറഞ്ഞ സ്ഥലത്ത് കരിപ്പാങ്കുളം, മേടിപ്പാറ കന്മനത്തിൻ്റെ ഒക്കെ ഇടയിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു കിടിലൻ കുളമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇവിടെ ഒന്ന് കുളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. നമ്മുടെ ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് കുളത്തേക്ക് പോയേക്കാം. വരും. ഇവിടേക്കുള്ള വഴി നമ്മളിത് അങ്ങനെ ഉണ്ട്. അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇവിടെ ഈ ചെറിയൊരു വരമ്പ് പോലത്തെ വഴിയുണ്ട്. തോട്ട് വരമ്പത്ത് കൂടെ ഇതാണ് വഴി. ഇതിൽ കൂടെ ഇങ്ങനെ നടന്നു പോകണം. കുറച്ച് സൈഡിൽ ഇങ്ങനെ വെള്ളം ഒലിക്കുന്ന ഒരു ചെറിയ തോടുണ്ട്. അതിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഇങ്ങനെ ഒരു കട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ കുളമാണ് നമ്മൾ ഈ കരിപ്പാങ്കുളം എന്ന് പറഞ്ഞത്. ആ പള്ളിയുടെ ബാക്കിലായിട്ടാണ് നമ്മുടെ കുളം വരുന്നത്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരാൾക്ക് പോകാനുള്ള വീതിയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരു ചെറിയ മതിൽ പോലെ അങ്ങനെ വരമ്പ് പോലത്തെ ഇതാണ്. ഇപ്പോൾ സ്ലിപ്പ് ആവണ ശ്രദ്ധിക്കണം. മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ ഇച്ച് പിടിച്ച ഒരു ചെറിയ രീതിയിൽ അങ്ങനെ ഇച്ച് പിടിച്ച രീതിയിലൊക്കെ ഉള്ളത്. അപ്പോൾ മഴ ഉള്ള സമയത്തൊക്കെ സ്ലിപ്പ് ആവാതെ ശ്രദ്ധിച്ചാണ് അങ്ങോട്ട് വരാം. നമ്മൾ മഴ ആയതുകൊണ്ട് കാറിൽ 5 പേരാണ് വന്നത്. നമ്മളെ പിന്നാലെ തന്നെ സാബിത്തും ബിലാലും കൂടി ബൈക്ക് എടുത്തിട്ട് നമ്മളെ പിന്നാലെ വന്നിട്ട് ഇത് അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ആ പള്ളിയോട് ചാരിയിട്ട് ലെഫ്റ്റിലേക്ക് ചെറിയൊരു ഇങ്ങനെ കല്ലിട്ട വഴിയുണ്ട്. ആ വഴിയിലൂടെയാണ് നമുക്ക് പോകാനുള്ളത്. അങ്ങനെ ആ സൈഡിലൂടെ എങ്ങനെയാണ് മുന്നോട്ട് വന്നാൽ നമുക്ക് നേരെ കുളത്തിൻ്റെ അവിടെ എത്താം. കുളം എന്ന് പറഞ്ഞാൽ നല്ല വിശാലമായ ഏരിയ ഉണ്ട്. നമുക്ക് സൈഡിൽ നിന്നൊക്കെ ചാടാനൊക്കെ പറ്റിയ നല്ല മതിലൊക്കെ കെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. ചെന്ന പാടന്നെ ഡ്രസ്സൊക്കെ മാറ്റി ചാടാന്നുണ്ട്. ഇത് മറൂഫ് ചാടി. അടുത്തതായിട്ട് നമ്മുടെ ഷെഫീഖാണ് ചാടുന്നത്. ഈ സദാ ഷെഫീഖും ചാടി. അപ്പൊ അത് കണ്ടപ്പോ സാബിത്തിനും ചാടാനൊരു പൂതി. അപ്പൊ സാബിത്തും ഇരുന്നിന്ന് സാബിത്ത് നേരെ എണീറ്റിട്ട് ചാടിട്ടാ. ഷെഫീഖ് വരണേ, മറൂഫ് വരണേ, സാബിത്ത് വരണേ. കരക്ക് നിൽക്കാതെ നീന്താ അറിയാത്ത ബിലാല്. നീന്തറിയോ? പനി. അപ്പൊ ഇറങ്ങണില്ല. അപ്പൊ നമുക്കൊരു വീഡിയോഗ്രാഫർ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ നീന്തം പഠിപ്പിക്കണോ? RRR കരിപ്പാങ്കുളം 2013 പുനരുദ്ധാരണല്ലോ. ചാട്. നല്ല മഴ കേട്ടോ പെയ്യുന്നു. നല്ല സ്ട്രോങ്ങിൽ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ഇങ്ങനെ ചാടി കുളിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മറൂഫിന് എവിടുന്ന് ഒരു ബോൾ കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ഏതോ പിള്ളേരുടെ ബോളാന്ന് തോന്നുന്നു. അത് വെച്ചിട്ട് കളികൾ പ്ലാൻ ചെയ്യാനുള്ള പരിപാടിയാണ്. ഈ കുളം അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ നീന്താനൊക്കെ പറ്റിയ. ഇന്നിപ്പോൾ ഫ്രൈഡേ ഈവനിങ്ങിൽ നമ്മൾ വന്നത്, അതുകൊണ്ട് വലിയ തിരക്കില്ല. സാറ്റർഡേ സൺഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കാവും. സുഹേലി ചാടാൻ നിൽക്കാണ്. എവിടെ സ്റ്റെപ്പ്? ഇവിടെ അല്ല. പക്ഷെ താഴ്ചയാവും അല്ല. അവിടെ ഈ സൈഡിൽ കുഴപ്പമുണ്ടാലും സുഹൈല ചാടിക്കോ. അവിടെ ഇവിടെയാണ്. ഇത് വെള്ളം ഓവർഫ്ലോ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങോട്ട് പാടത്തേക്ക് പോകുന്നുണ്ട്. നമ്മളിങ്ങനെ ഒന്ന് നടന്നു നോക്കാം സൈഡിൽ കൂടെ. കേക്കുണ്ടോ? സുഹൈൽ വർഷങ്ങൾക്ക് ശേഷം ചാടുന്ന സുഹൈൽ. വർഷങ്ങൾക്ക് ശേഷം 2 വർഷത്തിന് മേലെയായി സുഹൈൽ കുളത്തിൽ ചാടി കുളിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് കുളത്തിൽ പോയിട്ടുള്ള വീഡിയോ ഇട്ടപ്പോൾ സുഹൈൽ പറഞ്ഞിരുന്നു അടുത്ത പോക്കിന് എന്തായാലും എന്നെ വിളിക്കണം കേട്ടോ. അന്ന് അവനെന്തോ തിരക്കായി പോയി, എനിക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് അവനെയും കൂട്ടിയിട്ട് നമ്മൾ നേരെ പോകുന്നതാണ്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കിടിലം മഴയാണ് കേട്ടോ. ആ പള്ളിയുണ്ട്. ആ പള്ളിയിൽ അവിടെ ക്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കരിപ്പാങ്കുളത്താണ് നമ്മളത്.
ഈ കുളം ഇങ്ങനെ കാണാനും നല്ല ഭംഗിയാട്ടോ. സൈഡിലൊക്കെ അങ്ങനെ ചുറ്റും അതിൽ കെട്ടിയിട്ട് ഓവർ ഹൈറ്റും ഇല്ല, നമുക്ക് അതിൽ നിന്ന് കയറിയിട്ട് ചാടും ചെയ്യാം. നല്ല ഭംഗിയാണ് അങ്ങനെ കാണാൻ കേട്ടോ. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ബാക്കി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണ് ബിലാലിനെ ഏൽപ്പിച്ചിട്ട് നമ്മളും ചാടി കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഏകദേശം വൈകുന്നേരം ആയി തുടങ്ങിയപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂളൊക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ വരുന്നവർ ഡ്രസ്സൊക്കെ അവിടെ അയച്ചു വെച്ചിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നേരെ കുളത്തിലേക്ക് ചാടുന്ന കേട്ടോ. ഇതിൽ കുറേ ആളുകളൊക്കെ ഡെയിലി ഇവിടെ വന്ന് കുളിക്കുന്ന ആൾക്കാരുണ്ടെന്നാണ്. ഇതിൻ്റെ പരിസരത്തുള്ളവരൊക്കെ ഡെയിലി ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് എന്നും വന്ന് നീന്തി കുളിക്കാറുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ചുളിവിൽ മറൂഫ് ആ ബോൾ കൈക്കലാക്കിയിട്ടുണ്ട്. അതിന് ഓണർ എടുത്ത് കുറച്ച് നേരത്തിന് അങ്ങനെ കളിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള കളികളാണ് കേട്ടോ. കുറേ കണ്ട് കളിച്ചിട്ട് ശരിയാവുന്നുണ്ട്. ശരിക്കും അത് വോളിബോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഇങ്ങനെ കുടിച്ചിട്ട് അത് നമുക്ക് കറക്റ്റ് ഹെഡും അല്ലെങ്കിൽ ഇങ്ങനെ പാസ്സൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ പല രീതിയിലുള്ള കളികളാണ്. ഇനി ഡൈവ് ചെയ്യാണ് കേട്ടോ. അടുത്തത് ഇനി ഇർഷാദിന്റെ പരീക്ഷണമാണ് കേട്ടോ. ഓരോരുത്തരും ഓരോ ഐറ്റം പരീക്ഷിക്കണം. അത് ഫ്ലോപ്പ് ആയെങ്കിൽ ഇർഷാദ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല കേട്ടോ. ഇർഷാദ് അടുത്ത് മറിയാണ് കേട്ടോ. അത് സക്സസ് ആയിട്ടോ. ഈ മറിയൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് ഹൈറ്റിൽ മറിയണമെന്ന് നല്ല പ്രാക്ടീസ് തന്നെ വേണം. ഇർഷാദ് അതിൽ എക്സ്പേർട്ട് ആട്ടോ. അതിൽ ഇനി എല്ലാവരും കൂടി കയറിയിട്ടേ ഇങ്ങനെ വരിക്ക് നിന്നിട്ട് ഓരോരുത്തർ ചാടാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ സാബിത്ത് ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് അതേ സൈഡിലൂടെ അങ്ങനെ കയറുകയാണ്, കൊത്തിപ്പിടിച്ച് കയറുക കേട്ടോ. ഒരിക്കൽ പറഞ്ഞപ്പോൾ ഇർഷാദിന് ഇൻട്രസ്റ്റ് ആയി ഉണ്ടായിരുന്നു. പിന്നെ ഫുള്ള് മറിച്ചിൽ തന്നെ ആയിരുന്നു. മുന്നിൽക്കും ബാക്കിൽക്കും ആയിട്ട് പല രീതിയിലുള്ള മറിച്ചിലായിരുന്നു ഇർഷാദിന്റെ. ഇനി അടുത്ത കളിക്കുള്ള പ്ലാനിങ് ആണ്. അടുത്തത് ആരാണ് കൂടുതൽ വെള്ളത്തിൽ താഴ്ന്നു നിൽക്കുക എന്നുള്ള പ്ലാനിങ് കേട്ടോ. അങ്ങനത്തെ ഐഡിയാസ് ഒക്കെ വരുന്നത് മാറൂഫിന്റെ അടുത്താണ് കേട്ടോ. മാറൂഫാണ് ഓരോ പ്ലാനറ്റ് വരുന്നത്. എന്തായാലും രസം വെച്ചിട്ട് എല്ലാവരും കൂടി മുങ്ങാണ്. അങ്ങനെ ആരാ ഏറ്റവും കൂടുതൽ വെള്ളത്തിന്റെ അടിയിൽ താഴ്ന്നു നിൽക്കുക എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ അത് നമ്മുടെ ക്യാമറാമാൻ ബിലാലാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ടുള്ളത് കേട്ടോ. അത് ആദ്യം തന്നെ പൊങ്ങിയത് മാറൂഫ്, അപ്പുറം ഷെഫീഖ്, സുഹൈൽ ഒക്കെ പൊങ്ങിയിട്ടുണ്ട്. ബാക്കി ഇനിയിപ്പോൾ ഉള്ളത് ഞാനും ഇർഷാദും ആയിരുന്നു. ഞാനും പൊങ്ങി. അപ്പോൾ ഫൈനലി ഇർഷാദിനാണ് കൂടുതൽ വെള്ളത്തിൽ താഴ്ന്നു നിൽക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത് ഇതിൽ കേട്ടോ. ഇർഷാദ് ഇപ്പോഴും പൊങ്ങിയിട്ടില്ല. അതാ പൊങ്ങി. അത് കഴിഞ്ഞ് ഒന്നുകൂടി ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചുമരിലൊക്കെ പിടിച്ചിട്ടാണ് താഴ്ന്നു കേട്ടോ. ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ താഴ്ന്നു വെച്ച് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാണ്. നമുക്ക് നോക്കാം ആരാണ് ആദ്യം പൊങ്ങുക എന്നുള്ളത്. കുറച്ച് സമയം കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ പൊങ്ങിയത് വീണ്ടും മാറൂഫ്, അപ്പുറം സാബിത്ത് പൊങ്ങി. പിന്നെ ഓരോരുത്തരും അങ്ങനെ പൊങ്ങി കേട്ടോ. സുഹൈൽ പൊങ്ങിയിട്ടുണ്ട്. സെക്കൻഡ് ലാസ്റ്റായിട്ട് ഞാനാണ് പൊങ്ങിയത്. വീണ്ടും ഇർഷാദാണ് ഫൈനലി ഇതിലും ഫസ്റ്റ് അടിച്ചിട്ടുള്ളത്. ഇർഷാദ് ഇപ്പോഴാണ് പൊങ്ങുന്നത്. മാറൂഫ് ഇവിടെയാണ് പൊങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം ഡിസ്റ്റൻസിൽ നീന്തിയിട്ടുണ്ട്. അപ്പോൾ ഓൻ അതേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത ആൾ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക. അപ്പോൾ അടുത്തത് ഇർഷാദാണ് പോകുന്നത് കേട്ടോ. ഇർഷാദ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി. ഇർഷാദ് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിൽ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കാണുന്നില്ല കേട്ടോ ഇവിടുന്ന്. പക്ഷേ അത്യാവശ്യം ടൈം ആയിട്ടുണ്ട്. ദൂരെ ആ സൈഡിൽ കണ്ട് ഇർഷാദ് പൊങ്ങിയത് ഡയറക്ഷൻ മാറിയിട്ട് നേരെ റൈറ്റിലേക്ക് കോണായി പോയിട്ടുണ്ട്. പക്ഷേ മാറൂഫിനേക്കാൾ മുന്നിലാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ അടുത്തത് സുഹൈലാണ്. സുഹൈൽ ഓൾറെഡി ചാടിയിട്ട് വെള്ളത്തിൻ്റെ അടിയിലൂടെ നീന്താൻ തുടങ്ങിയിട്ടുണ്ട്. സുഹൈൽ എത്ര ദൂരം പോകും നോക്കാം. ഇല്ല, കൂടുതൽ ദൂരമില്ല. മാറൂഫിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അടുത്തത് പോകുന്നത് ഞാനാണ്. അത്യാവശ്യം ഡിസ്റ്റൻസ് കവർ ചെയ്ത് ഇർഷാദിനെ ക്രോസ് ചെയ്ത് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തായാലും ഫസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും ആൾ നീന്താറുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം ആരാന്ന്. അടുത്തത് ഷെഫീഖ് ചാടിയിട്ടുണ്ട്. ഷെഫീഖ് ജിമ്മനാണ്. അപ്പോൾ എത്രത്തോളം ദൂരം പോകുന്നത് നമുക്ക് നോക്കാം. ഇല്ല കേട്ടോ, ഷെഫീഖ് കൂടുതൽ ദൂരമൊന്നും പോകുന്നില്ല. വെള്ളത്തിൻ്റെ കൂടുതൽ താഴേക്കും പോയിട്ടില്ല. ഏറ്റവും ലാസ്റ്റിൽ ഷെഫീഖാണ് പൊസിഷനിലുള്ളത്. മാറൂഫിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഷെഫീഖ് പൊങ്ങിയത്. നമ്മളിപ്പോൾ കുളിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറിന് മേലെയായിട്ട് 1.5 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ടാവും. വീണ്ടും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞിട്ടൊക്കെ വരുന്ന കുട്ടികൾ, ഡെയിലി വരുന്നവരൊക്കെ ഉണ്ട്. ഏകദേശം 1 മണിക്കൂറിന് മേലെയായിട്ട് കുളിക്കണേ. നിസ്കരിച്ചാണ്ട് ഇറങ്ങിയാണത് പള്ളിയിൽ നിന്ന്. 2 ചാട്ടം കൂടി ചെയ്തിട്ട് കയറുകയാണ്.
അപ്പോൾ എന്തായാലും കയറാനുള്ള പ്ലാനൊക്കെ ആയി തുടങ്ങി. അപ്പോൾ എന്തായാലും കുറച്ച് 1-2 ചാട്ടം കൂടെയൊക്കെ ചാടിയിട്ട് കയറാമെന്ന് വെച്ച് ഇങ്ങനെ ആ സൈഡിലേക്ക് പോകണം. അങ്ങനെ ആ സൈഡിലുള്ള മതിലൂടെ ഇങ്ങനെ ആ സൈഡിലേക്ക് പോയിട്ട് നമ്മൾ സ്ഥിരം ചാടുന്ന ആ ഒരു സ്പോട്ട് ഉണ്ട്, അവിടെ നിന്ന് നല്ല രസമാണ് ചാടാൻ. അപ്പോൾ അവിടെ പോയിട്ട് ചാടിയാണ് കേട്ടോ. ചാടി മാറൂഫ് തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചാടിയത് കണ്ടപ്പോൾ മാറൂഫിനും ചാടണം എന്നൊരു പൂതി. അപ്പോൾ നേരെ മാറൂഫും വേണ്ടിയിട്ട് ചാടാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ മാറൂഫും ചാടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ചാടലൊക്കെ കഴിഞ്ഞ് ഇനി കയറാനുള്ള പരിപാടിയാണ്. അങ്ങനെ എന്തായാലും ഇനി എല്ലാവരും കയറാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ വീണ്ടും മാറൂഫ് അടുത്ത ഐഡിയ വന്നു, നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് മുങ്ങിയിട്ട് കയറാന്ന് പറഞ്ഞു. അങ്ങനെ മുങ്ങി കളിക്കാം കേട്ടോ. കുളി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം സമയം നമ്മുടെ ക്ലോക്കൊക്കെ ഉണ്ട് കേട്ടോ. അസംസ്കരിച്ച് തുടങ്ങിയാണ്. ഏകദേശം 6 മണിയാണ്. പള്ളിൻ്റെ ക്ലോക്കൊക്കെ ഉണ്ട്. കുളിക്കാൻ വന്നവർക്ക് സൗകര്യമായിട്ട് ക്ലോക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലാ ഓക്കെ. അപ്പൊ ഇനി ഇവിടുത്തെ നിർത്തുകയാണ്. അതെ ഇവിടെ വരുന്നവരോടൊക്കെ റിക്വസ്റ്റ് ഉള്ളത്, ഇപ്പോൾ നല്ല വൃത്തിയുണ്ട്. വരുന്നവരൊക്കെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കവർ കൊണ്ടുവരണം, അതേമാതിരി തിരിച്ചു കൊണ്ടുപോകും. അപ്പോൾ നല്ല വൃത്തിയിലാണ് ഉള്ളത്. അപ്പോൾ ആ വൃത്തി ഇതേപോലെ മെയിൻ ചെയ്യുക, കാരണം നമുക്ക് തന്നെ കുളിക്കേണ്ട കുളമാണ്. ആ രീതിയിൽ എല്ലാവരും സൂക്ഷിക്കാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടേ പോവാണ് ഞങ്ങൾ. നേരെ ഒരു പൊറോട്ടയും ബീഫും അടിക്കാണ്ട് പോണ വഴിക്ക്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ബൈ പറയാം. അപ്പോൾ നേരെ ഞാൻ ഹോട്ടലിലേക്ക് പോകണം. ചെറിയ ചാറ്റൽ മഴ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട ചൂടിയിട്ട് നമ്മളിങ്ങനെ പോവാണ്. അപ്പോൾ നമ്മൾ വന്ന വഴിയിൽ കൂടി തന്നെ പോകുന്ന ആ തോട്ടുവരമ്പിൻ്റെ ആ സൈഡിലൂടെ ഇങ്ങനെ പോകുന്ന കേട്ടോ. വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വണ്ടിയിൽ കയറി വണ്ടി എടുത്തിട്ട് നേരെ പോകണം. അടുത്ത് നമുക്ക് പൊറോട്ടയും ബീഫും വേണമെന്ന് എല്ലാവരും പറഞ്ഞു. അത്യാവശ്യം നല്ല ചാടി കുളിച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന അവിടെ മേടിപ്പാറയിലും അവിടെയുള്ള സ്പോട്ടുകളിലൊക്കെ നോക്കി, എവിടെയും പൊറോട്ടയും ബീഫും ഇല്ല കേട്ടോ. ഇപ്രാവശ്യം ഇന്ന് പട്ടിണിയാവുമോ എന്നുള്ളൊരു പേടിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. എന്തായാലും അവസാനം സാധനം നമുക്ക് കിട്ടി. നമുക്ക് കിട്ടിയത് കാരത്തൂരിൽ നിന്നാണ്. കാരത്തൂർ കത്രോടിച്ചോടത്തിന് നേരെ ഓപ്പോസിറ്റുള്ള ഷോപ്പുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് നല്ല പൊറോട്ടയും ബീഫും ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നല്ല ചൂട് പൊറോട്ട, കല്ലുമ്പെന്ന് ഇങ്ങനെ എടുത്ത പൊറോട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാലി പൊറോട്ട ഇങ്ങനെ അടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഷെഫീക്ക് ജിമ്മനായതുകൊണ്ട് അവന് ബീഫ് വേണമെന്നുണ്ട് അവന് ചിക്കൻ കറിയും ചപ്പാത്തിയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ബീഫ് ഇതാ ഇപ്പോൾ വരുന്നിട്ട് ഇങ്ങനെയൊക്കെ സാലിനൊക്കെ അങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. എന്നാലും ബീഫ് വന്നിട്ട് തുടങ്ങാൻ വെച്ചു. ബീഫ് വന്നതിൻ്റെ കണക്ക് പിന്നെ ഒന്നും നോക്കിയില്ല. എല്ലാവരും ബീഫ് വേണ്ട ഇങ്ങോട്ടൊക്കെ കൊട്ടിയിട്ട് ചടിക്ക് സാധനം കാലിയാക്കി കേട്ടോ. ബീഫ് ഒരു രക്ഷയില്ലാത്ത ബീഫ് കേട്ടോ. അപ്പോൾ ഒന്ന് പറഞ്ഞ് മതിയാവാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞ് എത്ര പറഞ്ഞു തന്നെ ഓർമ്മയില്ല. സാബിത്തൊക്കെ ഇരുന്ന് നല്ല വെട്ടാണ്. സാബിത്ത് ഉർഷാദും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റാഷിമോനും നമ്മളെ കൂടെ ഫുഡ് കഴിക്കാൻ ജോയിൻ ചെയ്യേണ്ടി വന്നിരുന്നു. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും നല്ല വിഷമി, നല്ല ചാടി കൊളിച്ചുകൊണ്ട് ഇങ്ങനെ വന്ന് പൊറോട്ട ഇങ്ങോട്ട് വന്നിട്ട് ആ പൊറോട്ട ഇങ്ങനെ പിച്ചിട്ട് ഇങ്ങനെ കറി കഴിച്ചിട്ട് ആ ബീഫ് ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കണുണ്ടല്ലോ. ഇതിങ്ങനെ കുറച്ച് ഉള്ളിൻ്റെ ആ പീസും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഒരു പിടിയും ഇട്ട് പിടിച്ചാൽ വേറെ വൈബാട്ട് അതിന്. എന്തായാലും പൊറോട്ടയും കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് കുടിക്കണം. അപ്പോൾ ഈ ഒരു കുളത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കന്മനം എന്ന് പറഞ്ഞ സ്ഥലത്ത്, പുത്തനത്താണിക്ക് അടുത്ത് കന്മനം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി ഗൂഗിളിൽ ജസ്റ്റ് കരിപ്പാങ്കുളം എന്ന് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും. ആ കരിപ്പാങ്കുളം എന്ന് അടിച്ചിട്ട് ലൊക്കേഷൻ പിടിച്ചിട്ട് നേരെ വന്നാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്തേക്ക്. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.